അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളം കണ്ട നിഷ്ഠൂരമായ അതിക്രൂരമായ കൊലപാതകം വെഞ്ഞാറമൂട്ടിൽ ഈ കഴിഞ്ഞ ദിവസം അഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൻ്റെ കുടുംബത്തിലെ 4 അംഗത്തെ തൻ്റെ കാമുകി ഉൾപ്പെടെ 5 പേരെ കൊലപ്പെടുത്തി. അതിനിഷ്ഠൂരമായ ദാരുണമായ കൊലപാതകം. തൻ്റെ കൂടപ്പിറപ്പായ സഫ്വാൻ എന്ന് പറയുന്ന അനുജനെപ്പോലും ഒരു ദയയും ദാക്ഷിണ്യവുമില്ലാതെ വകവരുത്തി കളഞ്ഞു. അഫ്വാൻ പക്വതയും പാകുതയും ഉള്ള, എല്ലാവരോടും വളരെ സ്നേഹവും സൗഹൃദവും ഉള്ള നല്ല ഒരു ചെറുപ്പക്കാരനാണ്. പൊതുവെയുള്ള സംസാരമാണ്. അങ്ങനെയുള്ള യാതൊരുവിധ മോശത്തരങ്ങളും ആ കുട്ടികളിൽ നിന്നും ഉണ്ടാകാൻ വഴിയില്ല. ഈ പ്രേമത്തിൻ്റെ കഥ തന്നെ അറിയുന്നത് ഇപ്പോഴാണ്. അങ്ങനെ ഉണ്ടോ എന്നാണ് എനിക്ക് സംശയം. ഇത് പറഞ്ഞത് അഫ്വാൻ്റെ വീട്ടിലെ വേലയ്ക്ക് നിൽക്കുന്ന ഒരു അമ്മച്ചിയാണ്. ആ അമ്മയുടെ ആ വാക്കുകൾ ഒന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. വീട്ടു ജോലിക്ക് നിന്ന ചേച്ചിയാണ് അമ്മയോടൊപ്പം ഉള്ളത്. ചേച്ചി ഇവിടെ അഫാൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ആളാണ്. പിന്നെ ഈ കുടുംബം എങ്ങനെയാണ്? ഒരു കുടുംബം എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പാവമല്ല, അവർ ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്ന ഒരു ഒതുങ്ങിയ കുടുംബമാണ്. പക്ഷെ മറ്റുള്ളതൊന്നും നമുക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റില്ലല്ലോ. അവർ ആരോടും ആദ്യം മിണ്ടത്തില്ല. എപ്പോഴും കയറ്റടച്ച് വീട്ടിനകത്താണ് ഇരിക്കുന്നത്. എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ ഇറങ്ങുള്ളൂ. പിന്നെ ഞാൻ ചെല്ലുന്നു, ജോലി ചെയ്യുക, ഞാൻ വീട്ടിൽ പോവുക. പിന്നെ അവിടെ ചെന്ന് തൂത്തൊക്കെ വാറുമ്പോഴുള്ള അടുപ്പം, ആ ഒരു സ്നേഹം കൊണ്ടേ എനിക്ക് അറിയത്തുള്ളൂ. എന്നുവെച്ചാൽ ഈ പെണ്ണ് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ്. അല്ല, ഷെമി. ഞങ്ങൾ കൊച്ചുനാളോട്ട് കണ്ട് വളർന്നവരൊക്കെയാണ്. എന്നുവെച്ചാൽ നല്ലൊരു സ്നേഹമാണ്. അതുപോലെ തന്നെയാണ് ആ പിള്ളേരും. നല്ല സ്വഭാവമുള്ളതാണ്. പക്ഷേ ഇവ ഇങ്ങനെ എന്തിനു ചെയ്തെന്ന് കേട്ടാൽ അത് അവൻ മാത്രമല്ലേ അറിയാവൂ. പക്ഷെ ഇവ ഇങ്ങനെ ചെയ്യേണ്ട ഒരു കൊച്ചല്ല എന്ന് നമുക്ക് തോന്നുന്നു. അമ്മയോടൊക്കെ എങ്ങനെയായിരുന്നു? നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. വെള്ളം തന്നെ വേണമെങ്കിലും ചോദിച്ച് വാങ്ങിക്കും. എന്ന് വെച്ചാൽ ഒരു പാവയെ കൊണ്ട് നടക്കും പോലെയാണ് ആ തള്ള ആ കൊച്ചുങ്ങളെ കൊണ്ട് നടന്നിട്ടുള്ളത്. എപ്പോഴും നോക്കിയാലും കാറിൽ പോയാലും ബൈക്കിൽ പോയാലും ഇവർ 3 പേരും കൂടി ഒരുമിച്ചാണ് പോവുകയും വരും. നല്ല സ്നേഹത്തിലായിരുന്നു. പക്ഷേ ഒരു നിമിഷം കൊണ്ട് അവൻ്റെ മുഖം എങ്ങനെ മാറിയെന്ന് കേട്ടാൽ ആർക്കും അറിയാൻ പറ്റൂല. പിന്നെ ഈ പെണ്ണിനെ സ്നേഹിച്ചെന്നൊക്കെ പറയണത് ഇന്നലെ ഈ സംഭവം നടന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഇപ്പോൾ ചാനൽ മുഴുവനും ചർച്ച ചെയ്യുന്നത് അഫ്വാൻ എങ്ങനെയാണ് ഈ കൊടും ക്രൂരതകൾ ചെയ്തത് എന്നാണ്. അതിനെ അഫ്വാനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നാണ് ഇപ്പോൾ ചാനലുകൾ ചർച്ച ചെയ്ത് പലരും വ്യത്യസ്തമായ അനുമാനങ്ങളിലേക്ക് എത്തുന്നത്. ഏതായാലും ഒരു കാര്യത്തിൽ തീർച്ചയാണ്, അഫ്വാൻ ലഹരിക്ക് അടിമപ്പെട്ടിരുന്നു. ലഹരിക്ക് അടിമപ്പെട്ട കഴിഞ്ഞാൽ ഉപ്പയെന്നോ ഉമ്മയെന്നോ ജ്യേഷ്ഠനെന്നോ അനുജനെന്നോ കാമുകിയെന്നോ വ്യത്യാസം ഉണ്ടാവുകയില്ല. ഏതു ക്രൂരതയ്ക്കും അത് കാരണമായി തീരും. ഏതായാലും നാം ഒക്കെ വളരെ ജാഗ്രതയോടെ കണ്ണും നട്ട് കാത്തിരിക്കേണ്ട സമയമാണ്. കാരണം എല്ലാറ്റിനും സൗകര്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അവരുടെ ഓരോ പ്രവർത്തനങ്ങളും നാം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കണം. അവർ നിസ്കരിക്കുന്നവരാകാം, അവർ നോമ്പ് നോൽക്കുന്നവരാകാം, തൊപ്പി ധരിക്കുന്നവരാകാം. പക്ഷേ അവരുടെ പെരുമാറ്റങ്ങൾ പലതും രഹസ്യമായി എന്തൊക്കെയാണ് എന്ന് രക്ഷിതാക്കളായ ഞാനും നിങ്ങളുമൊക്കെ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അതോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങളും കൂടി നന്നാക്കണം. മഹാനായ ഇമാം
ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദിൻ്റെ മക്കളെ റളിയല്ലാഹു അൻഹു അദബ് പഠിപ്പിക്കുന്ന ഗുരുനാഥനോട് പറഞ്ഞ ഒരു ഉപദേശം, മിൻ ഇസ്ലാഹി ഔലാദി അമീരിൽ മുഅ്മിനീന ഇസ്ലാഹു നഫ്സിക ഫഇന്ന അഅ്യുനഹും മഅഖൂദത്തുൻ ബിഐനി ഫൽഹസനു ഇൻദഹും മാ ഫഅൽതഹു ഫൽഖബീഹു ഇൻദഹും മാ തറക്തഹു. മഹാനവറുകൾ പറയാണ്, അമീറുൽ മുഅ്മിനീങ്ങളുടെ മക്കളെ നന്നാക്കുന്നതിൻ്റെ തുടക്കം നന്നാക്കേണ്ടത് നിന്റെ ശരീരത്തെയാണ്. കാരണം അവരുടെ കണ്ണുകൾ നിന്റെ കണ്ണുകളോട് ചേർന്നതാണ്. നീ എന്താണ് നോക്കുന്നത്, നീ എന്താണ് കാണുന്നത് എന്നാണ് ആ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് നിന്റെ നോട്ടം നീ ആദ്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫൽഹസനു ഇൻദഹും മാ ഫഅൽതഹു, അവരൊടുക്കൽ നന്മകളെന്ന് പറഞ്ഞാൽ ഒരു ഗുരുനാഥൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിന്റെ പ്രവർത്തനങ്ങൾ നീ നന്നാക്കണം. അതാണ് ഒപ്പി എടുക്കുന്നത് ഈ വിദ്യാർത്ഥികൾ. അവരടുക്കൽ മോശം എന്ന് പറഞ്ഞാൽ മാ തറക്തഹു, നീ എന്താണോ ഒഴിവാക്കുന്നത് അതാണ് അവർ മോശമായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നീ ഒഴിവാക്കേണ്ടത് മാത്രമേ നീ ഒഴിവാക്കുവാൻ പാടുള്ളൂ എന്ന ഒരു ഉപദേശം മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുണ്ട്. നമ്മളും നമ്മുടെ മക്കളെ നന്നാക്കുമ്പോൾ ആദ്യമായി നാമും നന്നാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ ഇഹലോകത്തും ഇരുലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.